മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടി ചികിത്സിക്കാൻ ഡോക്ടർ അരുൺ സഖറിയും കുങ്കിയാനകളും അതിരപ്പള്ളിയിലേക്ക് തിരിച്ചു. വിക്രം, സുരേന്ദ്രൻ എന്നീ ആനകളെയാണ് എത്തിക്കുക. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ഒപ്പം ചേരുന്നുണ്ട്. ആനന്ദ്, ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിജയിച്ച ചരിത്രമുണ്ട് ഡോക്ടർ അരുൺ സഖറിയയ്ക്ക്. മാത്രമല്ല കരുത്തന്മാരാണ് ആ രണ്ട് കുങ്കിയാനകളെന്ന് എല്ലാവർക്കും അറിയാം. ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. നാളെ സംഘമെത്തും അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അതായത് കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ഇത്തരത്തിൽ മസ്തകത്തിൽ ഏതാണ്ട് വെടിയുണ്ടയേറ്റതുപോലെയുള്ള മുറിവായാണ് ഇത്തരത്തിൽ ആദ്യം കാണുന്നത്. പിന്നീട് അത് വെടിയുണ്ടയേറ്റതല്ല, മറ്റാനകളുമായി കുത്തി നടന്ന ശേഷം ഒരുപക്ഷെ പരിക്കേറ്റതാവാം എന്നാണ് അത്തരത്തിൽ വനംവകുപ്പ് നൽകിയിട്ടുള്ള ഒരു സൂചന. എന്തായാലും ഈ ആന ഇപ്പോൾ അവശ നിലയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെട്ട സംഘം നിലവിൽ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. വെറ്റിലപ്പാറ 14 കണ്ട ഈ ആന ചാലക്കുടി പുഴ കടന്ന് 2ാം ബ്ലോക്കിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. മാത്രമല്ല ഈ ഭക്ഷണം ഉൾപ്പെടെ എടുക്കാൻ ഈ ആനയ്ക്ക് അവശതകൾ ഉള്ളതായിട്ടും സൂചന ലഭിക്കുന്നുണ്ട്. എന്തായാലും ആനയെ പിടികൂടി ചികിത്സിക്കാനായി കുങ്കിയാനകൾ അതിരപ്പള്ളിയിലേക്ക് നാളെ തന്നെ എത്തും. മാത്രമല്ല ഡോക്ടർ അരുൺ സഖറിയ, ആ തലത്തിലേക്കുള്ള പ്രശസ്തനായ ഡോക്ടറെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സംഘവും ഈ അതിരപ്പള്ളിയിൽ നാളെ എത്തും. നാളെ എന്തായാലും ഈ ദൗത്യം ആരംഭിക്കും. ആനയെ പിടികൂടി ചികിത്സ നടത്താൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. ആദ്യഘട്ടത്തിൽ അതിന് വളരെ തലത്തിൽ ആനയെ നിരീക്ഷിക്കേണ്ടത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആനയ്ക്ക് കാര്യമായിട്ടുള്ള പരിക്കില്ല എന്ന് വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് പക്ഷേ സംഭവം വാർത്തയായതിനെ തുടർന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോൾ അരുൺ സഖറിയെ സംഘത്തെയും ഏർപ്പാടാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. ശരി, നാളെ ഡോക്ടർ അരുൺ സഖറിയയും കുങ്കിയാനകളും സംഘവും അവിടേക്ക് എത്തും. വലിയ പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ.